നമസ്കാരം. സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് എന്ന സീരീസിലെ എക്സ്റേ ഡിഫ്രാക്ഷൻ എന്ന വിഷയത്തെക്കുറിച്ചാണ് നാം ഇന്നത്തെ ഈ എപ്പിസോഡിൽ പ്രധാനമായും പ്രതിപാദിക്കുന്നത്. പക്ഷേ എക്സ്റേ ഡിഫ്രാക്ഷൻ എന്താണ്, അത് എങ്ങനെയാണ് ചെയ്യുന്നത്, അത് എന്തൊക്കെ റിസൾട്ടുകളാണത് അത് തരുന്നത് എന്ന് പ്രതിപാദിക്കുന്നതിന് മുമ്പായി കഴിഞ്ഞ 3 എപ്പിസോഡിൽ നടത്തിയ നമ്മളുടെ വിഷയങ്ങളെക്കുറിച്ച് ഒന്ന് ചെറിയൊരു ഓർമ്മപ്പെടുത്തൽ വളരെ പ്രാധാന്യമർഹിക്കുന്നു. നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്തതിലൊരു പ്രധാന വിഷയം ഒന്നാമതായിട്ടുണ്ടായിരുന്നത് മില്ലർ ഇൻഡിസസ് എന്നുള്ള. എന്താണ് മില്ലർ ഇൻഡിസസ്? വളരെ സിമ്പിളായി പറഞ്ഞാൽ ഒരു ക്രിസ്റ്റലിൽ ധാരാളം പ്രതലങ്ങളുണ്ട്. ആ പ്രതലങ്ങൾ വളരെ സമാന്തരമായി അടുക്കിയിരിക്കുന്നു. അപ്പോൾ സമാന്തരമായിട്ട് അടുക്കിയിരിക്കുന്ന ആ പ്ലെയിനുകളെ ഒരുമിച്ച് പ്രതിനിധാനം ചെയ്യാൻ ഒരു സങ്കേതത്തിൻ്റെ ആവശ്യമുണ്ട്. ആ സങ്കേതമാണ് മില്ലർ ഇൻഡിസസ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമാന്തരമായ ഒരു സെറ്റ് ഓഫ് പ്ലെയിനുകളെ ഒരുമിച്ച് ഒരൊറ്റ പേര് ഇട്ട് വിളിച്ചു കഴിഞ്ഞാൽ അവയെ നമ്മൾ HKL എന്നീ 3 നമ്പർ ഉപയോഗിച്ച് അവയെ പ്രതിനിധാനം ചെയ്യാനും അവയെ നമ്മൾ മില്ലർ ഇൻഡിസസ് എന്ന് ഒരുമിച്ച് വിളിക്കാനും കഴിയും. അപ്പോൾ തീർച്ചയായിട്ടും ഒരു എക്സ്റേ ഡിഫ്രാക്ഷൻ സ്പെക്ട്രം നമ്മൾ കിട്ടിക്കഴിയുമ്പോൾ തീർച്ചയായിട്ടും അതിലുള്ള ഓരോ പ്ലെയിനുകളെയും നമ്മൾ HKL പ്ലെയിനുകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ മില്ലർ ഇൻഡിസസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വിളിക്കാൻ പോകുന്നത്. രണ്ടാമത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്ന ഒരു വിഷയം റെസിപ്രോക്കൽ ലാറ്റിസ് എന്നുള്ളതാണ്. എന്താണ് റെസിപ്രോക്കൽ ലാറ്റിസ്? അതായത് ഒരു തരംഗം, ഒരു വേവ്, അത് ഒരു ക്രിസ്റ്റലിനെ കാണുമ്പോൾ നമ്മൾ നേരിട്ട് നമ്മളുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുന്നതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് ആ തരംഗം ആ ക്രിസ്റ്റലിനെ കാണുന്നത്. തരംഗം ഒരു ക്രിസ്റ്റലിനെ കാണുന്നത് വളരെ കൃത്യമായ രീതിയിൽ റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന സമാന്തരമായ പ്ലെയിനുകളുടെ ഒരു കൂട്ടമായിട്ടാണ് ഒരു തരംഗം ഒരു ക്രിസ്റ്റലിനെ കാണുന്നത്. അങ്ങനെയുള്ള സമാന്തരമായിട്ടുള്ള ഒരു സെറ്റ് ഓഫ് പ്ലെയിൻസ്, ഉദാഹരണത്തിന് ഈ വിധത്തിൽ നമ്മൾ പ്രതിനിധാനം ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് പ്ലെയിൻസ്, ഈ സെറ്റ് ഓഫ് പ്ലെയിൻസിനെ നമുക്ക് അതിന് പെർപെൻഡിക്കുലറായിട്ടുള്ള ഒരൊറ്റ ഡയറക്ഷൻ അഥവാ ഒരു പ്ലെയിൻ ഉപയോഗിച്ച് നമുക്ക് പ്രതിനിധാനം ചെയ്യാൻ കഴിഞ്ഞാൽ അവയെ നമുക്ക് റെസിപ്രോക്കൽ ലാറ്റിസുകളുടെ ഒരു സൈഡായിട്ട് അവയെ നമുക്ക് ചിന്തിച്ചെടുക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെയുള്ള പല പ്ലെയിനുകൾ ഒരു 3 ഡയമെൻഷനലായിട്ടുള്ള ഒരു സ്ട്രക്ചറുകൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരുന്നതാണ് റെസിപ്രോക്കൽ ലാറ്റിസ് എന്ന് പറയുന്നത്. എക്സ്റേ ഡിഫ്രാക്ഷനിൽ റെസിപ്രോക്കൽ ലാറ്റിസിലാണ് നമ്മളെപ്പോഴും വർക്ക് ചെയ്യുന്നത്. മൂന്നാമതായി നമ്മൾ പ്രധാനമായും ഡിസ്കസ് ചെയ്ത വിഷയം ബ്രില്ലുവിൻ സോൺ എന്നുള്ളതാണ്. ബ്രില്ലുവിൻ സോൺ എന്താണ്? ഇന്നത്തെ ഈ സീരീസിൽ വളരെ അധികം പ്രാധാന്യമില്ലെങ്കിലും ഒന്ന് ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ. ബ്രില്ലുവിൻ സോൺ എന്ന് പറയുന്നത് റെസിപ്രോക്കൽ ലാറ്റിസിൻ്റെ യൂണിറ്റ് സെല്ലിനെയാണ് നമ്മൾ ബ്രില്ലുവിൻ സോൺ എന്ന് പറയുന്നത്. തുടർന്നുള്ള എപ്പിസോഡിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയം തന്നെയാണത്. അപ്പോൾ ഇനിയിപ്പോൾ എക്സ്റേ ഡിഫ്രാക്ഷനിലേക്ക് നമുക്ക് നേരിട്ട് കിടക്കാം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു ക്രിസ്റ്റൽ എന്ന് പറയുന്നത് ധാരാളം പ്ലെയിനുകളുണ്ട്. അവ സമാന്തരമായ പ്ലെയിനുകളാണ്. ഒരു സെറ്റ് സമാന്തരമായ പ്ലെയിനുകൾ ഒരു സെറ്റ് മാത്രമല്ല, പല വിധത്തിലുള്ള സമാന്തരമായ പ്ലെയിനുകളുണ്ട്. ഉദാഹരണം, ഇതൊരു സെറ്റ് ഓഫ് പാരലൽ പ്ലെയിനാണ്. അതേപോലെ തന്നെ അതേ ക്രിസ്റ്റലിൽ തന്നെ ഈ വിധത്തിലുള്ള പാരലൽ പ്ലെയിനുകളും വരാം. അപ്പോൾ അതിനുള്ള ഉദാഹരണമൊക്കെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പാരലൽ പ്ലെയിനുകളെക്കുറിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചില സങ്കേതങ്ങൾ ആവശ്യമുണ്ട്. പ്രധാനമായും 3 സങ്കേതങ്ങളാണ് ക്രിസ്റ്റൽ സ്ട്രക്ചറിൻ്റെ കുറിച്ച് പഠിക്കാൻ വേണ്ടി പറയപ്പെടുന്നത്.
എന്തൊക്കെയാണ് അവ എന്ന് നോക്കാം. ഒന്ന് എക്സ്റേ ഡിഫ്രാക്ഷൻ. എക്സ്റേ ഡിഫ്രാക്ഷൻ. 2 ന്യൂട്രോൺ ഡിഫ്രാക്ഷൻ. മൂന്നാമതായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ടെക്നിക്ക് ഇലക്ട്രോൺ ഡിഫ്രാക്ഷൻ. ന്യൂട്രോൺ ഡിഫ്രാക്ഷനെക്കുറിച്ചും ഇലക്ട്രോൺ ഡിഫ്രാക്ഷനെക്കുറിച്ചും ഇനിയും വരുന്ന ഒരു എപ്പിസോഡിൽ നമുക്ക് തീർച്ചയായിട്ടും കൂടുതൽ വിശദമായ രീതിയിൽ പ്രതിപാദിക്കും. ഇന്ന് പ്രധാനമായും ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എക്സ്റേ ഡിഫ്രാക്ഷൻ എന്ന വിഷയത്തെക്കുറിച്ചാണ്. അപ്പോൾ എന്താണ് എക്സ്റേ ഡിഫ്രാക്ഷൻ, അല്ലെങ്കിൽ അതിൻ്റെ ശാസ്ത്രം എന്താണ്? എക്സ്റേ ഡിഫ്രാക്ഷൻ്റെ പിന്നിലുള്ള ശാസ്ത്രം എന്താണ്? നമുക്കറിയാം, ഒരു എക്സ്റേ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനാണ്. അപ്പം ഇങ്ങനെയുള്ളതായ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു AC, ഒരു ഓൾട്ടർനേറ്റിംഗ് ആയിട്ടുള്ള കറൻറ്റിന് സിമിലറാണ് ഒരു 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 ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എക്സ്റേ റേഡിയേഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്തുള്ള ആ എക്സ്റേ റേഡിയേഷൻ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ അത് ഓസിലേറ്റ് ചെയ്യുന്നുണ്ടാവും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതെല്ലാം ഒരു ഓൾട്ടർനേറ്റിംഗ് കറൻറ്റിന് തുല്യമായിട്ടുള്ള ഒരു പ്രതിഭാസമാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്റേ ബീം ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിലാണ് അത് ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ വിധത്തിൽ ഓസിലേറ്റ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി ഉള്ള ഒരു എക്സ്റേ ബീം അത് അതേ ഫ്രീക്വൻസി ഉള്ള വേറൊരു ഇലക്ട്രോൺ, അല്ലെങ്കിൽ ഒരു ന്യൂട്രോൺ, അല്ലെങ്കിൽ ഒരു പ്രോട്ടോൺ, അല്ലെങ്കിൽ ഒരു ആറ്റം, അവയുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എഫക്റ്റീവായിട്ട് ഒരു ഡിറ്റക്ടറിലൊരു ബീമിനെ കിട്ടും. അതിനെക്കുറിച്ചാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റേ റേഡിയേഷനിൽ പഠിക്കുന്നത്. പക്ഷേ ഇങ്ങനെ പുറത്തു വരുന്നതായ ഈ രശ്മികൾ അഥവാ ഈ പാറ്റേൺ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു റിഫ്ലക്ഷന് ശേഷമാണ് ഇവ വരുന്നത്. അപ്പോൾ ഈ റിഫ്ലക്ഷൻ വരുന്നത് 2 വിധത്തിൽ വരാം. ഒന്ന് നമുക്കറിയാവുന്ന പോലെ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസും, മറ്റൊന്ന് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസും. ധാരാളം സമാന്തരമായ പ്ലെയിനുകൾ കൂടി റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന പ്ലെയിനുകളാണെങ്കിൽ അവ തമ്മിലൊരു കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് നടക്കും. മറിച്ച് തമ്മിൽ പരസ്പര ബന്ധമില്ലാത്തതായ, അവയുടെ ഓറിയൻറ്റേഷനിൽ യാതൊരു ബന്ധവുമില്ലാത്തതായ പ്രതലങ്ങളിൽ നിന്ന് വരുന്നതായ, റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നതായ എക്സ്റേ രശ്മികൾക്ക് അവ തീർച്ചയായിട്ടും ഒരു റിഫ്ലക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാലും പക്ഷേ അവയ്ക്കൊരിക്കലും ഒരു ഇൻ്റർഫറൻസ് പാറ്റേൺ അഥവാ ഒരു എഫക്റ്റീവ് ഡിഫ്രാക്ഷൻ ഉണ്ടാക്കാൻ കഴിയില്ല. അവ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസിലേക്ക് നീങ്ങും. അപ്പോൾ നമ്മൾ എക്സ്റേ ഡിഫ്രാക്ഷനിൽ തീർച്ചയായിട്ടും പഠിക്കുന്നത് ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യുന്ന എക്സ്റേ റേഡിയേഷൻ അത് ഒരു ഇലക്ട്രോണുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു. ആ ഇലക്ട്രോണിൻ്റെ അങ്ങനെ ആ പർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു ഇലക്ട്രോണുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് അവയുടെ റിഫ്ലക്ഷൻ നമ്മൾ ഒരു ഡിറ്റക്ടർ ഉപയോഗിച്ചിട്ട് നമ്മളതിനെ പിടിച്ചെടുക്കുകയും ആ റിഫ്ലക്ഷനിൽ നിന്ന് നമ്മൾ ഒരു 3 ഡയമെൻഷണൽ ലാറ്റിസ്, നമ്മൾ പറഞ്ഞ റെസിപ്രോക്കൽ ലാറ്റിസ് റീകൺസ്ട്രക്റ്റ് ചെയ്തെടുക്കുകയും ചെയ്യുന്നു. അതിനുശേഷമാണ് അങ്ങനെ കിട്ടുന്നതായ റെസിപ്രോക്കൽ ലാറ്റിസ് ഉപയോഗിച്ചിട്ട് നമുക്ക് അവയുടെ ഡയറക്റ്റ് ലാറ്റിസിനെ കുറിച്ച് പറയാൻ കഴിയും. റെസിപ്രോക്കൽ ലാറ്റിസ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞതാണ്, അതായത് റെസിപ്രോക്കൽ ലാറ്റിസിലെ ലാറ്റിസ് വെക്റ്റേഴ്സ് B1, B2, B3 എന്ന് പറയുന്ന റെസിപ്രോക്കൽ ലാറ്റിസ് വെക്ടറുകൾ ഡയറക്റ്റ് ലാറ്റിസ് വെക്റ്റേഴ്സുമായിട്ട് റിലേഷൻസ് ഉണ്ട്. അത് നമ്മളന്ന് എഴുതിയിരുന്നു. അപ്പോൾ ആ ഫോർമുല ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും ഒരു ഡയറക്റ്റ് ലാറ്റിസിനെ കുറിച്ച് പഠിക്കാനും അവയെ റീകൺസ്ട്രക്റ്റ് ചെയ്തെടുക്കാനും കഴിയും. ഇപ്പോൾ നിങ്ങൾ ഇവിടെ കാണുന്ന പോലെ, ഈ ചിത്രത്തിൽ കാണുന്ന പോലുള്ളതാണ് ഒരു ടിപ്പിക്കൽ XRD പാറ്റേൺ. എന്താണ് അതിൻ്റെ X ആക്സിസിൽ
നമ്മൾ കാണാൻ കഴിയും അത് ബ്രാഗ് ആംഗിൾ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇത് 2 തീറ്റ ഇൻ ഡിഗ്രീസ്. ബ്രാഗ് ആംഗിൾ അഥവാ 2 തീറ്റ ഇൻ ഡിഗ്രീസ്. എന്താണ് ബ്രാഗ് ആംഗിൾ? പറയാം. വൈ ആക്സിസിൽ ഇൻറ്റൻസിറ്റി. അപ്പോൾ വളരെ കൃത്യമായ ചില പൊസിഷൻസിൽ നമ്മൾ ചില ലൈനുകൾ കാണുന്നു അഥവാ ഒരു പീക്കുകൾ കാണുന്നു. ഈ പീക്കുകൾ എന്ന് പറയുന്നതാണ് നമുക്ക് ഈ പീക്കുകൾ ചേർന്ന് ഒരുമിച്ച് ചേർന്ന ആ സ്പെക്ട്രത്തിനാണ് നമ്മൾ പറയുന്നത് XRD പാറ്റേൺ എന്ന് പറയുന്നത്. ഈ ഓരോ അതിൽ കാണുന്ന ഓരോ പീക്കുകൾക്കും കൃത്യമായ HKL വാല്യൂ ഉപയോഗിച്ചിട്ട് അവയെ അടയാളപ്പെടുത്താനാവും. അപ്പം അതായത് ഓരോ പീക്കുകളും പ്രതിദാനം ചെയ്യുന്നത് ഓരോ മില്ലർ ഇൻഡിസസ് അഥവാ ഓരോ സെറ്റ് ഓഫ് പാരൽ പ്ലെയിൻസ് അഥവാ ഒരു സെറ്റ് ഓഫ് സമാന്തര പ്രതലങ്ങളെയാണ് അതിലെ ഓരോ പീക്കും പ്രതിദാനം ചെയ്യുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ഓരോ ക്രിസ്റ്റൽ സ്ട്രക്ചറിനും അതിൻ്റേതായ ഒരു സിഗ്നേച്ചർ പാറ്റേൺ ഉണ്ട്. അതിൻ്റെ സ്വന്തമായിട്ടുള്ള അതിന് മാത്രം ആ ഒരു ക്രിസ്റ്റൽ സ്ട്രക്ചറിന് മാത്രം അവകാശപ്പെടാൻ രീതിയിലുള്ള ഒരു ഇൻറ്റൻസിറ്റി റേഷ്യോയിലുള്ള ഒരു പാറ്റേൺ ആയിരിക്കും XRD നമുക്ക് തരുന്നത്. അതായത് 2 വ്യത്യസ്തമായ ക്രിസ്റ്റൽ സ്ട്രക്ചറുകളുള്ള പദാർത്ഥങ്ങളെ എടുത്തിട്ട് അവയുടെ XRD പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവ ഏത് ക്രിസ്റ്റൽ സ്ട്രക്ചറിലാണ് നമുക്ക് പെടുത്താൻ കഴിയുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയും. അതുകൊണ്ടാണ് അവയെ സിഗ്നേച്ചർ പാറ്റേണുകൾ എന്ന് നമുക്ക് വിളിക്കാൻ കഴിയുന്നത്. അപ്പോൾ അതാണ് ഒരു XRDയുടെ പ്രധാനമായിട്ടുള്ള ശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ചോദ്യം വരുന്നു, എന്തുകൊണ്ടാണ് എക്സ്റേ ഡിഫ്രാക്ഷൻ ഇത്രയ്ക്ക് പ്രാധാന്യം വന്നത്? ഞാൻ പറഞ്ഞു 3 ടെക്നിക്കുകൾ വന്നു. അതിൽ തന്നെ എന്തുകൊണ്ടാണ് എക്സ്റേ ഡിഫ്രാക്ഷൻ ഇത്രയ്ക്ക് പ്രാധാന്യം വരുന്നത്? ഒന്നാമത്തെ കാര്യം നമ്മൾ ക്രിസ്റ്റൽ സ്ട്രക്ചർ പഠിച്ചപ്പോൾ തന്നെ പറഞ്ഞ ഒരു വിഷയമാണ്. ഒന്ന്, ഏത് ക്രിസ്റ്റലും ഒരു ക്രിസ്റ്റലായി തീരുന്നത് അതിൻ്റെ പീരിയോഡിക്കായിട്ട് വളരെ കൃത്യമായ രീതിയിൽ പീരിയോഡിക്കായിട്ട് ഒരു സമാന്തരമായിട്ടുള്ള പ്രതലങ്ങൾ അടുക്കി വച്ചിരിക്കുന്നു. അങ്ങനെ അടുക്കി വെച്ച് ചേർന്നതാണ് ഒരു ക്രിസ്റ്റൽ എന്ന് പറയുന്നത്. പക്ഷേ ഒരു എക്സ്റേ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ സമാന്തര പ്ലെയിനുകൾക്ക് ഈ ഒരു ലൈറ്റിനെ ഡിഫ്രാക്റ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. 2, ഇപ്പോൾ ഡിഫ്രാക്റ്റ് ചെയ്താൽ മാത്രം ഡിഫ്രാക്റ്റ് ചെയ്യാനാണെങ്കിൽ മറ്റു പല ലൈറ്റ് റേഡിയേഷൻസ് ഉണ്ടായിരുന്നു. വിസിബിൾ ലൈറ്റ് ഉണ്ട്. നമ്മൾ ഈ സൂര്യരശ്മിയിൽ തന്നെ ധാരാളം ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ അല്ലാതെ തന്നെ ധാരാളം ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനിൽ തന്നെ എക്സ്റേ അല്ലാതെ ധാരാളം റേഡിയേഷൻസ് ഉണ്ട്. ഉദാഹരണത്തിന് വിസിബിൾ റേഡിയേഷൻ അല്ലെങ്കിൽ അൾട്രാവയലറ്റ് റേഡിയേഷൻ, ഇൻഫ്രാറെഡ് രശ്മികൾ, അങ്ങനെ ധാരാളം രശ്മികളുണ്ട്. പക്ഷേ അതൊന്നും ഉൾപ്പെടുത്താതെ നമ്മൾ എന്തുകൊണ്ട് എക്സ്റേ തന്നെ ഉൾപ്പെടുത്തുന്നു? അതിന് കാരണം എക്സ്റേയുടെ വേവ് ലെങ്താണ്. അത് എന്തുകൊണ്ടാണ് ആ വേവ് ലെങ്ത് പ്രത്യേകത വന്നു എന്നുള്ളത് നമ്മൾ ബ്രാഗ്സ് ലോ ഇപ്പോൾ പറയും. ആ സമയത്ത് കുറച്ചുകൂടി വ്യക്തമാവും. പക്ഷെ എന്തൊക്കെയായാലും ശരി, ഒരു കാര്യമുണ്ട്. ഈ സമാന്തര പ്ലെയിനുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസാണ് അല്ല അകലമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവയുടെ ഒരു ഡിഫ്രാക്ഷൻ പാറ്റേണുകളുടെ ഡിഫ്രാക്ഷൻ പാറ്റേണുകളുടെ പ്രത്യേകത നിർണ്ണയിക്കുന്ന ഒരു വസ്തുത. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഈ എക്സ്റേയുടെ വേവ് ലെങ്ത് അഥവാ അവയുടെ തരംഗദൈർഘ്യം, എക്സ്റേയുടെ തരംഗദൈർഘ്യം എന്ന് പറയുന്നത് ഈ ഒരു ടിപ്പിക്കലായിട്ടുള്ള ഒരു സാധാരണമായ ഒരു ക്രിസ്റ്റലിലെ ആറ്റമുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിൻ്റെ ദൂരത്തിൻ്റെ അളവിൽ വരും. അത് തീർച്ചയായിട്ടും എക്സ്റേയുടെ വേവ് ലെങ്തും 2 ആറ്റം തമ്മിലുള്ള ഡിസ്റ്റൻസിൻ്റെയും അളവ് ഏകദേശം തുല്യമായി വരുന്നു. അവയെ നമ്മൾ പറയും ആങ്സ്ട്രം ഓർഡറിലാണ് വരുന്നത്. ആങ്സ്ട്രം എന്താണെന്ന് നിങ്ങൾക്കറിയാം. ആങ്സ്ട്രം എന്ന് പറയുന്നത് 10⁻⁻10 മീറ്റേഴ്സ്. അപ്പം ഒരു എക്സ്റേയുടെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് ആങ്സ്ട്രം മോഡലാണ്. 1, 2 ആങ്സ്ട്രം മോഡലിലാണ് ഒരു എക്സ്റേയുടെ വേവ് ലെങ്ത് എന്ന് പറയുന്നത്. അതേ സമയത്ത് തന്നെ ഒരു വളരെ സ്റ്റേബിളായിട്ടുള്ള സ്ഥിരതയുള്ള ഒരു ക്രിസ്റ്റൽ എടുത്തു കഴിഞ്ഞാൽ അതിലെ ആറ്റംസോ അല്ലെങ്കിൽ അതിൻ്റെ അവ തമ്മിലുള്ള പ്ലെയിനുകളുടെയോ തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നതും ഈ പറയുന്ന ആങ്സ്ട്രം മോഡൽ തന്നെയായിരിക്കും
ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെയുള്ള വേവ്സ്, തരംഗങ്ങൾ നമുക്ക് ക്രിസ്റ്റൽ സ്ട്രക്ചറിനെ കുറിച്ച് പഠിക്കാൻ കൂടുതൽ സഹായമായി വരും. അതുകൊണ്ടാണ് വിസിബിളോ അല്ലെങ്കിൽ അൾട്രാ വയലറ്റോ അല്ലെങ്കിൽ ഇൻഫ്രാറെഡ് രശ്മികൾ ഉപയോഗിക്കാതെ നാം എക്സ്റേ രശ്മികൾ തന്നെ ഉപയോഗിക്കാൻ ഏറ്റവും സൗകര്യപ്രദമാകുന്നു. പിന്നെ ഞാൻ പറഞ്ഞ മറ്റ് രണ്ട് ടെക്നിക്കുകളുണ്ട്, ന്യൂട്രോൺ ഡിഫ്രാക്ഷനും ഇലക്ട്രോൺ ഡിഫ്രാക്ഷനും. പക്ഷേ അവയിൽ തന്നെ എക്സ്റേ ഡിഫ്രാക്ഷന് കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നു. വൈ? കാരണം ഈ ന്യൂട്രോൺ ഡിഫ്രാക്ഷനും എന്ന് പറയുന്നത് തികച്ചും വളരെ എക്സ്പെൻസീവായിട്ടുള്ള ഒരു ടെക്നിക്കാണ്. അത് കൂടാതെ ന്യൂട്രോൺ റേഡിയേഷൻസ് ഉണ്ടാക്കുന്നത് നമുക്കറിയാം, അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ന്യൂക്ലിയർ റിയാക്ടറുകളിലാണ്. അവ തീർച്ചയായിട്ടും ആവശ്യമില്ലെങ്കിൽ അത്ര സേഫ്റ്റിയിൽ അത്ര മുൻപന്തിയിലല്ല. പക്ഷേ ഒരു എക്സ്റേ ട്യൂബ് എന്ന് പറയുന്നത് തികച്ചും വളരെ സേഫായിട്ടുള്ള ഒരു സങ്കേതമാണ്. അതുകൊണ്ട് നമ്മൾ പറയും എക്സ്റേ റേഡിയേഷൻ എന്ന് പറയുന്നത്, ഈ XRD സ്പെക്ട്രം പ്രൊഡ്യൂസ് ചെയ്യുന്ന എക്സ്റേ റേഡിയേഷൻ എന്ന് പറയുന്നത് മറ്റ് ന്യൂട്രോണിനേക്കാളോ ഇലക്ട്രോണിനേക്കാളോ സേഫറുമാണ്. അതേസമയത്ത് തന്നെ കൂടുതൽ സാമ്പത്തികമായിട്ട് കൂടുതൽ നമുക്ക് ബെയർ ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ടാണ് ഈ 3 കാരണങ്ങൾ കാരണമാണ്. ഒന്ന്, ഒരു പീരിയോഡിക്കായിട്ട് ക്രിസ്റ്റലിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നു. 2, എക്സ്റേയുടെ തരംഗദൈർഘ്യമെന്ന് പറയുന്നത് ആറ്റമുകൾ തമ്മിലുള്ള ദൂരത്തിൻ്റെ അളവുമായിട്ടുള്ള സാമ്യം. 3, അവ നമുക്ക് ഓഫർ തരുന്നതായ ഒരു സേഫ്റ്റി. അപ്പോൾ ഈ 3 കാരണങ്ങൾ കാരണമാണ് എക്സ്റേ റേഡിയേഷൻ ഇത്രയ്ക്ക് നമ്മൾ കൂടുതലായിട്ട് ക്രിസ്റ്റൽ സ്ട്രക്ചറിനെ കുറിച്ച് പഠിക്കുമ്പോഴുള്ള ആദ്യ പടിയായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. രണ്ടാമത്തെ ചോദ്യം, എല്ലാ പദാർത്ഥങ്ങളും ഒരു XRD പാറ്റേൺ തരുമോ? ഉത്തരം, എല്ലാ പദാർത്ഥങ്ങളും നമുക്ക് XRD ഉപയോഗിച്ച് പഠിക്കാൻ കഴിയില്ല. എന്താണ്? നിങ്ങൾക്ക് തന്നെ അറിയാം എന്തുകൊണ്ടാണത് വരുന്നത്. ഒരു XRD പാറ്റേൺ കിട്ടണമെങ്കിൽ ഒന്നാമത്തെ കണ്ടീഷൻ എന്താണ്? തീർച്ചയായിട്ടും വളരെ പീരിയോഡിക്കായിട്ടുള്ള ലോങ് റേഞ്ചിൽ, അതായത് സമാന്തര പ്ലെയിനുകൾ വേണം. അവ വളരെ ദൂരത്തിൽ തന്നെ ധാരാളം പ്ലെയിനുകൾ വേണം. ആ ധാരാളം പ്ലെയിനുകൾ ഒരുമിച്ച് ചേർന്ന് മാത്രമേ ഒരു എഫക്റ്റീവായിട്ടുള്ള ഒരു കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് പാറ്റേൺ ഒരു നല്ല ഇൻറ്റൻസിറ്റിയിൽ നമുക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു പീരിയോഡിക് അറേഞ്ച്മെൻറ്റ് ഇൻ എ ലോങ് റേഞ്ച് ഓർഡർ എന്നുള്ളത് ഒരു XRD സ്പെക്ട്രം കിട്ടാൻ, XRD പാറ്റേൺ കിട്ടാനുള്ള ഒരു പ്രധാന കണ്ടീഷനാണ്. അപ്പോൾ അതുകൊണ്ട് ആരാണ് പുറത്തു പോയത്? അമോർഫസ് മെറ്റീരിയൽസ്. ഉദാഹരണത്തിന് വെള്ളത്തിൻ്റെ XRD പാറ്റേൺ നമുക്ക് എടുക്കാൻ കഴിയില്ല. ഗ്ലാസ് അമോർഫസ് മെറ്റീരിയലാണ്. നമുക്കൊരിക്കലും അതിൻ്റെ XRD എടുത്ത് പഠനം എന്ന് പറയുന്നത് തികച്ചും പ്രയാസമുള്ളതാണ്. അപ്പം അങ്ങനെയുള്ളതായ പദാർത്ഥങ്ങൾ തീർച്ചയായിട്ടും XRD ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത് തികച്ചും അപ്രായോഗികമാണ്. പിന്നെ അതുമാത്രമല്ല, ഈ XRD ടെക്നിക്കിൻ്റെ, ഈ സങ്കേതത്തിൻ്റെ ഡിറ്റക്ഷൻ ലിമിറ്റ് എന്ന് പറയുന്നത് 2%. എന്ന് പറഞ്ഞാൽ ഇപ്പം ഉദാഹരണത്തിന് ഒരു ധാരാളം കമ്പോണൻസ് ഉണ്ട്, A, B, C, D, അങ്ങനെ ധാരാളം കമ്പോണൻസ് ഉള്ള ധാരാളം ക്രിസ്റ്റലുകൾ ചേർന്ന ഒരു മിക്സ്ചറാണ് നിങ്ങളുടെ സോളിഡ് എന്നുണ്ടെങ്കിൽ, അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ XRDയിൽ എന്താണ് നമുക്ക് കിട്ടേണ്ടത്? A എന്ന് പറയുന്ന കോമ്പൗണ്ടിൻ്റെ XRD വേണം, B കാണണം, സിയുടെ ഉണ്ടാവണം, ഡിയുടെയും കൊണ്ടാവണം. പക്ഷേ ഇവിടെയാണ് XRDയുടെ ഒരു ലിമിറ്റേഷൻ വരുന്നത്. അതായത് തീർച്ചയായിട്ടും ഈ എല്ലാ കമ്പോണൻറ്റും ഒരു 2% ഇവയുടെ കോമ്പോസിഷൻ ഇൻ ടേംസ് ഓഫ് പെർസെൻറ്റേജ് ഉണ്ടാവണം. അതായത് ഇപ്പോൾ A കമ്പോണൻ്റ് എന്ന് പറയുന്നത് വെറും 1% നമുക്ക് XRDയിൽ സ്പെക്ട്രത്തിൽ നിന്ന് ഒരിക്കലും അവയെ ഡിറ്റക്റ്റ് ചെയ്യാൻ കഴിയില്ല. ഡിറ്റക്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ട് അവ ഇല്ല എന്നർത്ഥമില്ല, ശരിയല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ XRD ഉപയോഗിച്ച് ഒരു സാമ്പിൾ പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഒരു 5% അതിന് മേളിലോ ഉള്ള
വസ്തുക്കളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ റിലയബിളായിട്ട് നമുക്ക് XRD ഉപയോഗിച്ചിട്ട് പഠിക്കാൻ കഴിയുക. അപ്പം അത് ഒരു ലിമിറ്റേഷനാണ് തീർച്ചയായിട്ടും. ബട്ട് അതർവൈസ് ബാക്കി ഞാൻ ഉദ്ദേശിച്ച എല്ലാ ക്രിസ്റ്റലൈൻ മെറ്റീരിയൽസിൻ്റെയും 5% കൂടുതൽ പെർസെൻറ്റേജ് കോമ്പോസിഷൻ എല്ലാ മെറ്റീരിയൽസിൻ്റെയും പഠിക്കാൻ XRD വളരെ ഉപയോഗപ്രദമാണ് താനും. മൂന്നാമത്തെ ചോദ്യം, എല്ലാ ആറ്റമുകളിലും ഇപ്പം ഒരു ക്രിസ്റ്റൽ എന്ന് പറയുമ്പം നമ്മൾ പറഞ്ഞു എന്താണ്, സമാന്തരമായിട്ട് അടുക്കി വെച്ചിരിക്കുന്ന കുറേ പ്ലെയിനുകളാണ്, ശരിയല്ലേ? പക്ഷേ ഈ പ്ലെയിനുകളിൽ പോയി സിറ്റുവേറ്റ് ചെയ്യുന്നതായ ആറ്റമുകൾക്കും വളരെ പ്രാധാന്യമുണ്ട്. കാരണം പ്ലെയിനുകളിനേക്കാൾ കൂടുതൽ ആറ്റമുകളാണ് ശരിക്കും പറഞ്ഞാൽ ഈ നമ്മൾ ഉപയോഗിക്കുന്ന എക്സ്റേയെ സ്കാറ്റർ ചെയ്യുന്നത്. ഈ സ്കാറ്ററിങ് ആണ് പിന്നീട് റിഫ്ലക്ഷനായി മാറുന്നത്. നിങ്ങൾക്കറിയാം, ഒരു ഇൻ്റർഫറൻസ് പാറ്റേൺ അഥവാ ഒരു ഡിഫ്രാക്ഷൻ പാറ്റേണായി മാറുന്നത്. പക്ഷേ അപ്പം ആറ്റത്തിൽ ഏത് ഘടകമാണ് ഇവിടെ പ്രാധാന്യം വരുന്നത്? ഇലക്ട്രോൺസ്. കാരണം ഇലക്ട്രോൺസ് ആണ് ആ ഇലക്ട്രോണിക് വൈബ്രേഷൻസ് ഉണ്ടാകുന്നതായ വേവ്സ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ എക്സ്റേയുടെ വേവുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത്. അപ്പം ആ ഒരു സമയത്ത് ഓരോ ആറ്റത്തിനുമുള്ളതായ നമ്പർ ഓഫ് ഇലക്ട്രോണുകളുടെ തുക എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ സിഗ്നിഫിക്കൻസ്? അതായത് ലോ ആറ്റമിക് നമ്പർ, ചെറിയ ആറ്റമിക് നമ്പറുള്ള ആറ്റമുകൾ ഉപയോഗിച്ചുള്ള പ്ലെയിനുകളെക്കുറിച്ച് പഠിക്കാൻ അല്ലെങ്കിൽ ക്രിസ്റ്റലുകളെക്കുറിച്ച് പഠിക്കാൻ XRD അത്ര ഉതകുന്നതായ ഒരു സങ്കേതമല്ല. ഉദാഹരണത്തിന് ഇപ്പോൾ സോഡിയം അല്ലെങ്കിൽ ഹൈഡ്രജൻ അല്ലെങ്കിൽ ബോറോൺ എന്നിത്യാദിയുള്ള ആറ്റമുകൾ ചേർന്നുള്ള ഒരു ക്രിസ്റ്റൽ അല്ലെങ്കിൽ അവയുടെ പ്ലെയിനുകളെക്കുറിച്ച് പഠിക്കാൻ XRD തീർച്ചയായിട്ടും ഒരു ലിമിറ്റേഷനിൽ കൂടെ മാത്രമേ നമ്മൾ കാണാൻ കഴിയുള്ളൂ. ഹൈഡ്രജൻ ഒരിക്കലും XRDക്ക് കാണാൻ കഴിയില്ല, കാരണം ഇലക്ട്രോണുകളുടെ എണ്ണത്തിൻ്റെ കുറവാണ് ഇതിന് കാരണം. ഇനിയും വേറൊരു കാര്യം നോക്കാം. ചിത്രത്തിൽ നിങ്ങൾക്ക് 3 XRD പാറ്റേണുകൾ കാണാം. ഞാൻ എന്താണ് XRD പാറ്റേൺ എന്ന് ഓൾറെഡി പറഞ്ഞു. അതായത് X ആക്സിസിൽ 2θ, Y ആക്സിസിൽ ഇൻറ്റൻസിറ്റി, അങ്ങനെ ചേർന്നതാണ് ഒരു XRD പാറ്റേൺ. 3 XRDകൾ അവിടെ കാണിച്ചിട്ടുണ്ട്. ഇതൊക്കെ വളരെ വ്യക്തമാണ്. ഈ 3 XRD പാറ്റേണുകളും തികച്ചും വ്യത്യസ്തമാണ്. പക്ഷേ അതിനകത്ത് ഏറ്റവും രസകരമായ സംഭവം അവയുടെ കെമിക്കൽ കോമ്പോസിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ 3 പാറ്റേണുകളും ഉണ്ടാക്കുന്നത് ഒരേ കെമിക്കൽ കോമ്പോസിഷനാണ്, SiO2, സിലിക്കൺ ഡയോക്സൈഡ്. ഈ SiO2 എന്ന് പറയുന്ന കമ്പോണൻ്റാണ് ആ 3 XRDയുടെയും. ഒന്നാമത്തെ XRD എന്ന് പറയുന്നത് സിലിക്ക ഗ്ലാസ് ആണ്, 2 ക്വാർട്സ്, 3 ക്രിസ്റ്റോബലേറ്റ്. ഇത് 3ഉം SiO2വിൻ്റെ 3 ഡിഫറെൻറ്റ് ഫോംസാണ്. പക്ഷേ ഒരു XRDയുടെ ബ്യൂട്ടി അഥവാ അതിൻ്റെ ഭംഗി എന്ന് പറയുന്നത് ഈ 3ഉം ഒരേ കെമിക്കൽ കോമ്പോസിഷൻ ആണെങ്കിൽ പോലും അവയുടെ ക്രിസ്റ്റൽ, ഈ സിലിക്കണും ഓക്സിജനും അവയുടെ അറേഞ്ച്മെൻറ്റിൻ്റെ വ്യത്യാസം കാരണം തികച്ചും വ്യത്യസ്തമായ ഒരു XRD നൽകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതൊന്ന്. രണ്ടാമതായി നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, XRD ഒരിക്കലും ഒരു ഫോർമുല എടുക്കാൻ ഉതകുന്ന ടെക്നിക്കല്ല, മറിച്ച് അത് ഒരു ക്രിസ്റ്റൽ സ്ട്രക്ചറിനെ കുറിച്ചാണ്. ഫണ്ടമെൻ്റലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ച പോലെ ലാറ്റിസ്, സ്പേസ് ലാറ്റിസുകളാണ് ശരിക്കും പറഞ്ഞാൽ XRD നമുക്ക് നൽകുന്നത്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കേണ്ടത്, എങ്ങനെയാണ് ഈ പ്ലെയിൻസ് അഥവാ പ്രതലങ്ങൾ തമ്മിലുള്ള ദൂരം ഒരു എക്സ്റേ ഡിഫ്രാക്ഷൻ പീക്കിൻ്റെ പൊസിഷൻ നിർണ്ണയിക്കും എന്നാണ്. അവയുടെ ഒരു XRD പാറ്റേൺ എന്താണെന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ ഞാൻ പറഞ്ഞു, അപ്പം എന്താണ് പറഞ്ഞത്, XRD പാറ്റേൺ എന്താണെന്ന് നിങ്ങൾക്കറിയാം. ആ XRD പാറ്റേണുകളിലുള്ളത്
ധാരാളം പീക്കുകളാണ്. ആ പീക്കുകൾക്ക് ഓരോന്നിനും നമ്മൾ HKL വാല്യൂ വെച്ച് അടയാളപ്പെടുത്തുന്നു. ഈ HKL പ്ലെയിനുകൾ എന്ന് പറയുന്നത് ഈ HKL ഓരോ പീക്കും റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു HKL റെപ്രസെൻ്റ് ചെയ്യുന്ന പ്ലെയിനുകളെയാണ്. പക്ഷേ ഈ പ്ലെയിനുകളുടെ പൊസിഷനും ഈ പീക്കുകളുടെ പൊസിഷനും ഈ ക്രിസ്റ്റലിൻ്റെ സമാന്തര പ്ലെയിനുകൾ തമ്മിലുള്ള ദൂരത്തിന് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ആ ദൂരത്തെ ആ ഒരു റിലേഷനെ കുറിച്ച് കൃത്യമായി പറയുന്ന നിയമമാണ് അടിസ്ഥാനപരമായി ബ്രാഗ്സ് ലോ. എന്താണ് ബ്രാഗ്സ് ലോ പറയുന്നത്? നിങ്ങൾ പലർക്കും അറിയായിരിക്കാം. ഒരു സ്കാറ്റേർഡ് വേവ്, ഒരു വേവ് വരുന്നു, അതിനെ സ്കാറ്റർ ചെയ്ത് അതിന് റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ അത് നമ്മൾ സ്കാറ്റേർഡ് വേവ്സ് എന്ന് പറയുന്നു. അപ്പോൾ സ്കാറ്റേർഡ് വേവ്സ് കൺസ്ട്രക്റ്റീവായി ഇൻ്റർഫറൻസ് അഥവാ വ്യതികരണം ചെയ്യുമ്പോൾ അവ തമ്മിലൊരു ഫേസ് റിലേഷൻ കാത്തു സൂക്ഷിക്കും. അത് കാരണം രണ്ട് തരംഗങ്ങൾ തമ്മിലുള്ള പാത്ത് ലെങ്തുകൾക്കുണ്ടായ വ്യത്യാസം അവയുടെ തരംഗ ദൈർഘ്യത്തിൻ്റെ ഒരു ഗുണിതമായിരിക്കും. അതായത് ഇപ്പോൾ നമ്മൾ ആ ചിത്രത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അവിടെ എന്താണുള്ളത്? കുറേ സെറ്റ് ഓഫ് പാരലൽ പ്ലെയിൻസ് ആണുള്ളത്, റൈറ്റ്? ആ സെറ്റ് ഓഫ് പാരലൽ പ്ലെയിൻസുകളിലേക്ക് നമ്മളൊരു എക്സ്റേ റേഡിയേഷൻ നമ്മൾ അയക്കുന്നു. ആ എക്സ്റേ റേഡിയേഷൻ തീർച്ചയായിട്ടും ആ പാരലൽ പ്ലെയിനുകളിൽ പതിച്ച് അവ റിഫ്ലക്റ്റ് ചെയ്തു പോകും, ശരിയല്ലേ? തീർച്ചയായിട്ടും ആ പാരലൽ പ്ലെയിനുകൾക്ക് ഒരു തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതിനെ നമ്മൾ D എന്ന് വിളിക്കുന്നു, സ്മോൾ d. ഈ എക്സ്റേ റേഡിയേഷൻ വന്ന് പതിക്കുന്ന ആംഗിളിനെ നമ്മൾ തീറ്റ എന്ന് വിളിക്കുന്നു. അപ്പം ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻസും തുല്യമാണ്. ആ ഓപ്റ്റിക് നിയമം വെച്ച് നമുക്ക് കൃത്യമായിട്ട് വരുന്ന റേഡിയേഷനെ കുറിച്ച് ഇൻപുട്ട് റേഡിയേഷൻ്റെ ആംഗിൾ അറിയാമെന്നുണ്ടെങ്കിൽ ഔട്ട് ഗോയിങ് റേഡിയേഷൻ്റെ ആംഗിളിനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷേ ഒരു കാര്യം ഇവിടെ നടന്നു. എന്താണ്? വരുന്ന റേഡിയേഷനും പോകുന്ന റേഡിയേഷനും തമ്മിൽ നമ്മൾ ഈ പ്രക്രിയയ്ക്കിടയിൽ ഒരു പാത്ത് ഡിഫറൻസ് സൃഷ്ടിച്ചു. എത്രയാണ് ആ പാത്ത് ഡിഫറൻസ്? ആ ചിത്രത്തിൽ കാണാൻ കഴിയുന്ന പോലെ തന്നെ 2D സൈൻ തീറ്റ ഉപയോഗിച്ചിട്ട് D സൈൻ തീറ്റ ഉപയോഗിച്ചിട്ട് അവയെ നമുക്ക് അളക്കാൻ കഴിയും, D സൈൻ തീറ്റ. അപ്പോൾ അങ്ങനെയാണ് ബ്രാഗ്സ് ലോയിൽ n ലാംഡ = 2D സൈൻ തീറ്റ എന്ന് നമ്മൾ പറയുന്നത്. എന്താണ് തീറ്റ? തീറ്റ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ്. n എന്ന് പറയുന്നത് ഓർഡർ, ലാംഡ എന്ന് പറയുന്നത് അവയുടെ തരംഗ ദൈർഘ്യം അഥവാ വേവ് ലെങ്ത്, D എന്ന് പറയുന്നത് പ്ലെയിനുകൾ തമ്മിലുള്ള ദൂരം. അപ്പോൾ നമ്മളിപ്പോൾ 2 റേ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പക്ഷേ ഒരു എക്സ്റേ റേഡിയേഷൻ ഒരു ക്രിസ്റ്റലിലേക്ക് വന്നു കഴിഞ്ഞാൽ 2 രശ്മികൾ അഥവാ 2 റേ മാത്രമേ ഉള്ളൂ? അല്ല, അതിനകത്ത് ഇൻഫിനിറ്റായിട്ടുള്ള റേസ് ഉള്ള ഒരു ബീമാണ് ശരിക്കും നമ്മൾ അയച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇൻഫിനിറ്റായിട്ടുള്ള ബീമുകൾ വരികയും അവ ഒരു സെറ്റ് ഓഫ് പാരലൽ പ്ലെയിൻസ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെറ്റ് ഓഫ് പാരലൽ പ്ലെയിൻസ് ഇൻ എ ലോങ് റേഞ്ച് ഓർഡർ, ധാരാളം പാരലൽ പ്ലെയിനുകൾ വേണം. അവയിൽ പതിച്ചു കഴിയുമ്പോൾ ഒരു ഇൻ്റർഫറൻസ് പാറ്റേൺ ഉണ്ടാവുമെന്ന് പറയുന്നു. നമ്മളൊരു കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് പാറ്റേൺ തന്നെയാണ് ഉണ്ടാകുന്നു എന്ന് നമ്മൾ ഇമാജിൻ ചെയ്യുക. അപ്പോൾ എന്തുണ്ടാവും? ഈ പ്ലെയിനുകളിൽ നിന്ന് തുടർച്ചയായിട്ട് ധാരാളം റിഫ്ലക്ഷൻ, അഥവാ വർദ്ധിക്കുന്ന റിഫ്ലക്ഷൻസ് ഉണ്ടാകുന്നു. അതിൻ്റെ ഫലമായിട്ട് ഒരു ഡിഫ്രാക്റ്റഡ് ബീം ഉണ്ടാകുന്നു. കൂടുതൽ പ്ലെയിൻ ഉണ്ടാകുന്നതിനനുസരിച്ച് കൂടുതലായിട്ട് അതിൻ്റെ ഇൻറ്റൻസിറ്റി തീവ്രമായി വരുന്നു. അങ്ങനെ നമുക്കൊരു XRD പാറ്റേൺ രൂപപ്പെടുന്നു, XRD പീക്ക് രൂപപ്പെടുന്നു. പാറ്റേൺ എന്ന് പറയുന്നത് ധാരാളം പീക്കുകളുടെ ഒരുമിച്ച് ചേർന്ന രൂപമാണ് പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഒരു പീക്ക് ഉണ്ടാകുന്നത്. അതായത് നമ്മൾ ഈ എപ്പിസോഡിൽ കണ്ടത് എന്താണ് ഡിഫ്രാക്ഷൻ ടെക്നിക്കുകളുടെ പ്രാധാന്യം, ഏതൊക്കെ ഡിഫ്രാക്ഷൻ ടെക്നിക്കുകളാണ് ഒരു ക്രിസ്റ്റൽ സ്ട്രക്ചറിനെ കുറിച്ച് പഠിക്കാൻ
നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ എക്സ്റേ ഡിഫ്രാക്ഷൻ്റെ എന്താണ് എക്സ്റേ ഡിഫ്രാക്ഷൻ, എങ്ങനെയാണ് അവയെ, എന്താണ് അവയുടെ പ്രാധാന്യം, എന്തൊക്കെയാണ് ഒരു എക്സ്റേ ഡിഫ്രാക്ഷൻ ടെക്നിക്കിലെ ലിമിറ്റേഷൻ, അതിനെക്കുറിച്ച് പഠിക്കാൻ ആവശ്യമായ നിയമം എന്ന് പറയുന്നത് ബ്രാഗ്സ് ലോ ആണ്. എങ്ങനെയാണ് ഒരു ബ്രാഗ്സ് ലോ ക്രിസ്റ്റൽ ഡിഫ്രാക്ഷൻ സ്പെക്ട്രത്തെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്നിത്യാദി കാര്യങ്ങളാണ് നമ്മൾ ഈ എപ്പിസോഡിൽ കണ്ടത്. തുടർന്നുള്ള എപ്പിസോഡിൽ, അടുത്ത എപ്പിസോഡിൽ ഒരു എക്സ്റേ ഡിഫ്രാക്ഷൻ എക്സ്പെരിമെൻ്റ് എങ്ങനെ ചെയ്യാം എന്നും അവയുടെ എക്സ്റേ ഡിഫ്രാക്ഷൻ ടെക്നിക്കുകളുടെ പല പല പ്രയോഗങ്ങൾ എന്താണ്, അവയുടെ ആപ്ലിക്കേഷൻ എന്താണെന്നുള്ളത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു.